ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ്. കുട്ടികളുടെയൊക്കെ ഇഷ്ട വിഭവമായിട്ടുള്ള ബട്ടർ ചിക്കൻ. അതെങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ബൗളിലിടുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. 1 ടീസ്പൂൺ നിറച്ചും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ചേർക്കാം. ഇങ്ങനെ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാൻ പറ്റും. എന്നതിന് ശേഷം ചിക്കൻ ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ ചേർക്കാം. ഞാൻ ഇവിടെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം അരമണിക്കൂർ, അതിൽ കൂടുതൽ ടൈം വെക്കുന്നത് നല്ലതാണ്. ഒരു 2 മണിക്കൂറൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു 10-12 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു 3 മീഡിയം സവാള റഫായിട്ട് ചോപ്പ് ചെയ്തത് ഇടുന്നുണ്ട്. റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. ഇത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് റഫായിട്ട് ചോപ്പ് ചെയ്ത സവാള ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഒരു ഗ്രീൻ ചില്ലി, കഴുകി വെച്ചിട്ടുള്ള 3 കാർഡമം ഇടുന്നുണ്ട്. ഇതിന് പകരം കാർഡമം പൗഡർ ചേർത്താലും മതി. കാൽ ടീസ്പൂൺ ജീരകം പൊടി ചേർക്കും. ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഫ്ലെയിം വളരെ സിമ്മിലാക്കി വെക്കണം. വളരെ കുറച്ച് മല്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഗരം മസാല. ഈ സമയത്ത് ബട്ടർ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 മീഡിയം ടൈപ്പ് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചത്. അത് ചേർക്കാം. എപ്പോഴും ഒണിയനേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം ടൊമാറ്റോ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റി ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അതുവരെ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം ഇതിന് വേണ്ട ഉപ്പും ചേർക്കാം.
ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം വേവിച്ചെടുക്കണം. ഒരു 5-8 മിനിറ്റ് ഇത് വേവിക്കണം. ഇതൊരു 8 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഇനി ഇത് തീ ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. തണുത്തിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർക്കാം. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഇവിടെ പാനിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിടണം. ഒരുപാട് സമയം ഇട്ടിട്ട് വറുത്തെടുക്കരുത്. ഒരുപാട് സമയം ഇട്ട് വറക്കുമ്പോൾ ഇത് ഭയങ്കര ഹാർഡായിപ്പോവും. സോഫ്റ്റ് ആയിരിക്കണം ചിക്കൻ. ഇത് ഗ്രേവിയിലിട്ടിട്ട് വേവിക്കുന്നതാണ് ഒന്നുകൂടി. ഒരു 1/4 വേവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ബട്ടർ ചിക്കൻ്റെ ഗ്രേവിക്കുള്ള മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ബട്ടർ ചിക്കൻ ഗ്രേവിക്കുള്ളത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്, നല്ല ജീരകം. ഇതിലേക്ക് അരച്ച് വെച്ച ടൊമാറ്റോ മിക്സ് ചേർക്കാം. ബട്ടർ ചിക്കൻ ഗ്രേവിക്കുള്ള ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കും. മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് ഒരു 6 മിനിറ്റെങ്കിലും ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ബട്ടർ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റിൽ ഞാൻ കുറച്ച് ഒരു 100 ഗ്രാം ക്രീം ചേർക്കുന്നുണ്ട്, ഫ്രഷ് ക്രീം. അതോടൊപ്പം തന്നെ കുറച്ച്
കുറച്ച് ബട്ടറും ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി കസൂരി മേത്തി ചേർക്കാം. ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ ലേശം ഫ്രഷ് ക്രീം ലാസ്റ്റ് ചേർക്കും. ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് ബട്ടറും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്കൊരു സപ്പോർട്ടും തരണേ. താങ്ക് യു.